ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിന്നൊരു എളുപ്പത്തിലൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ആ കറി എന്നാന്ന് ചോദിച്ചാൽ ഒരു രസക്കറിയാണ്. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒരു സാധനം ഒന്നും നമുക്ക് മേടിക്കണ്ട. ഇപ്പൊ തന്നെ എല്ലാത്തിന്റെ ഒരു മണം ഓരോന്നിന്റെ ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അല്ലെ. മൂക്കിലേക്ക് തുളഞ്ഞു കയറും കേട്ടോ ഇതിന്റെ ഒരു എരിവ് പോലത്തെ സംഭവം അല്ലെ. വല്ലൊരു പ്രത്യേക മണം വാസനയാണ്. മൂക്കൊക്കെ തുറക്കും നമ്മളല്ലേ. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു സാധനം ഒന്നും നമുക്ക് മേടിക്കണ്ട. രസക്കറി വെക്കാനൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടിട്ട് നമുക്കൊരു അടിപൊളി ഒരു രസക്കറി വെക്കാം. പിന്നെ ഇപ്പൊ ഈ രസക്കറി ഈ സമയത്ത് രസക്കറി കൂട്ടിയാലുണ്ടല്ലോ വയറിനൊക്കെ നല്ല മഴക്കാലത്തൊക്കെ രസക്കറി ചുമ്മാ രസക്കറി കുടിച്ചാൽ ആ രസക്കറി കൂട്ടാം. രസക്കറി നമ്മുടെ ചൂട് കഞ്ഞി കുടിക്കാനും ചോറുണ്ണാനും ഒക്കെ നമുക്ക് ചക്ക തിന്നാം. പിന്നെ അതിന്റെ കൂടെ ഇച്ചിരി മോരും കൂടെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. കാരണം രസക്കറിയും പച്ചമോരും കൂടെ. അപ്പൊ നമുക്ക് ഇന്ന് രസക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന്. അമ്മ ഉണ്ടാക്കുന്ന രസക്കറിക്ക് ഒരു പ്രത്യേക രസക്കൂട്ടില്ല അല്ലെ. പാക്കറ്റിൽ വെക്കുന്ന സാധനങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ നാടൻ സാധനമൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന രസമാണ്. പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രസക്കറി. എന്റെയൊക്കെ വീട്ടിൽ എന്ന് രസക്കറി മംഗലത്തിനകത്ത് ഉറിയൽ ഇങ്ങനെ വെച്ചേക്കാം. ഒരു രസക്കറി വെച്ചാൽ 3-4 ദിവസമൊക്കെ കൂട്ടാം. അന്ന് ഫ്രിഡ്ജൊന്നും ഇല്ല കേട്ടോ. ഫ്രിഡ്ജിലൊന്നും ആരും വെക്കുന്നില്ല. ഈ രസക്കറി വെച്ച് ഉറിയൽ ഇങ്ങനെ വെച്ചേക്കുവാണ്. എടുക്കുക, പൊടിക്കുക, പഴങ്കഞ്ഞി കുടിക്കാനും ഒക്കെ അടിപൊളി കറി. നമ്മുടെ ഈ ഉണ്ടാക്കുന്ന രസക്കറി ഒരു 3-4 ദിവസം ഇരിക്കത്തില്ല. 3-5 ദിവസം ഇരിക്കും. ഫ്രിഡ്ജ് വെക്കണ്ട വേണ്ട. പുറത്ത് 3-4 ദിവസം ഇരിക്കുന്ന സൂപ്പർ രസക്കറി, അമ്മയുടെ പഴയകാല രസക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അല്ലേ. നമ്മുടെ രസക്കറിക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലേതിലും ഒന്നില്ല എന്ന് വിചാരിച്ചിട്ട് രസക്കറി വെക്കാതിരിക്കണ്ട കുഴപ്പമൊന്നുമില്ല. അപ്പൊ മെയിൻ സാധനങ്ങളൊക്കെ വേണം. കുറച്ച് ചുമന്നുള്ളി ഉണ്ട്. പിന്നെ ഒരു 5-8 കൂട്ടം, ഒരു 5-10 കൂട്ടം വെളുത്തുള്ളി ഉണ്ട്. ഒരു ചെറിയ 3 കഷ്ണം ഇഞ്ചി ഉണ്ട്. പിന്നെ വറ്റൽമുളക് ഒരു 5-6 ചെറിയ 3 കഷ്ണം എന്ന് പറഞ്ഞുണ്ടല്ലോ. ഇത്രയാണുള്ളത്. നിങ്ങൾക്ക് ഒറ്റ കഷ്ണം കിട്ടിയാലും ഇത്രയും അളവ് മതി. പക്ഷെ ഇഞ്ചി ഇട്ടില്ലെങ്കിൽ രുചിയില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ വേണം. അപ്പൊ പിന്നെ അതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇത്രയും വാളംപുളി, ഒരു ചെറുനാരങ്ങയുടെ അത്രയും വാളംപുളി എടുത്തിട്ടുണ്ട്. ഒരു 5-6 വറ്റൽമുളകുണ്ട്. പിന്നെ കുരുമുളക്, നമ്മൾ ഇത്രയും കുരുമുളക് എടുത്തിട്ടുള്ള നമ്മൾ ചതച്ചിട്ട് ആവശ്യത്തിന് ചേർക്കുക. അതുപോലെ ഇന്ന് പച്ചമുളക് വല്ലിട്ട് ഞാൻ വെക്കുന്നത് കാന്താരിയാണ്. കാന്താരിയൊക്കെ പൊട്ടിച്ചതാകട്ടോ. മൂട് പൊട്ടിച്ചില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇതിന്റെ മൂട് കമ്പി വെച്ച് കുത്തിയില്ല. ഞാൻ കത്തിക്ക് തന്നെ പൊട്ടിച്ചത്. അപ്പൊ ഞാൻ അങ്ങനെ പൊട്ടിച്ചിട്ടില്ല എങ്കിൽ പൊട്ടിത്തെറിക്കാം കാന്താരി മുളക്. അപ്പൊ നമ്മൾ അതെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഒരു ചെറിയ തക്കാളി ഉണ്ട്. പിന്നെ മല്ലിയില പ്രത്യേക അത്യാവശ്യം അല്ല. മല്ലിയിലയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണത്തില്ല. അപ്പൊ നമ്മള് ഇതിനകത്ത് പ്രധാനപ്പെട്ട സാധനം എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, കാന്താരി നിർബന്ധമല്ല. നമ്മുടെ പച്ചമുളകാണേലും മതി. കാന്താരി ഒന്ന് എരടി രസക്കറി കൂട്ടുവാൻ കാരണം കാന്താരി എപ്പോഴും നമുക്ക് കിട്ടത്തില്ലല്ലോ. പിന്നെ ഉള്ളത് പുളിയും വറ്റൽമുളകും അല്ലെ. അപ്പൊ ഇത്രയും സാധനം നമ്മള് ചേർക്കാനുള്ള കരി വേറെ സാധനങ്ങളുണ്ട്. അത് നമുക്ക് പിന്നെ അപ്പൊ ഇതൊക്കെ നമുക്ക് ചതച്ചോണ്ട് വരാം. ഇതെല്ലാം കൂടെ ചതക്കണം അല്ലെ. തക്കാളി അതിന്റെ കൂടെ ചതക്കത്തില്ല. ബാക്കിയെല്ലാം ചതക്കത്തില്ല. ബാക്കിയെല്ലാം ചതക്കാം. പുളി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം അല്ലെ. ആദ്യം നമ്മൾക്ക് കുരുമുളക് ചതക്കാം. അപ്പൊ കല്ലല്ലെങ്കിൽ ഉണങ്ങി ഉള്ളിയൊക്കെ ചതക്കുമ്പോ കല്ലിന് നനവ് വരും. കുരുമുളക് പക്ഷെ ചതച്ച് നമ്മളിങ്ങനെ മാറ്റാൻ ഇതൊക്കെ നമ്മൾ വേറെ കാരണം ആവശ്യത്തിന് ചേർത്താൽ മതി കുരുമുളക് അല്ലേ. കുരുമുളക് ഇത്രയും ചതഞ്ഞാൽ മതി. എല്ലാം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. പൊടിയുണ്ട് അല്ലേ. ഒത്തിരി പൊടിയുണ്ട്. ഇനി അടുത്ത് നമ്മൾ വറ്റൽമുളകാണ് ചതയ്ക്കുന്നത്. ഇതെല്ലാം നമ്മൾ വേറെ ചതച്ച് വെക്കും. അപ്പൊ നമ്മളിത് രസക്കറിക്കുള്ള കൂട്ടുകളെല്ലാം റെഡിയാക്കി മുളക് ചതച്ചു വെച്ചു. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചു. അതൊന്നിച്ച് ചതച്ചു. ചുമന്നുള്ളി ചതച്ചു. കുരുമുളക് പൊടി പിന്നെ ചതച്ചു വെച്ചു. പച്ചമുളക് കാന്താരി നമ്മൾ നേരത്തെ വെച്ചു. ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളി നമ്മൾ കുരുകുരോന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇത്രയും സാധനം കറിവേപ്പില, ഇതെല്ലാം നമ്മൾ രസക്കറിക്കുള്ള സാധനങ്ങളാണ്. പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അടുത്തായിട്ട് നമ്മൾ രസക്കറി വെക്കാനാണ് തുടങ്ങുന്നത്. നമ്മളൊരു മൺചട്ടിയാണ് അടുപ്പ് വെച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കും അല്ലേ. അപ്പൊ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ചുവന്നുള്ളി ചതച്ചതങ്ങിടാം. ഓക്കെ. പിന്നെ കാന്താരി മുളക് ഇടാം. ഒക്കെ ഒന്നിച്ചങ്ങിടാൻ നോക്കാം. ആണല്ലേ. കാന്താരി ഇങ്ങനെ ഇടുമ്പോ ഓർക്കണം, കീറിട്ട് വേണം. പൊട്ടിച്ചിട്ട് വേണം ഇടാൻ. അല്ലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അടിച്ചത്. മുളക് അവിടെ ഇരിക്കട്ടെ. വറ്റൽമുളക് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇടുന്നുള്ളൂ അല്ലെ. കുരുമുളകും ലാസ്റ്റ് ഇടാം അല്ലെ. കറിവേപ്പില ഇപ്പൊ ഇടണ്ട അല്ലെ. പയ്യെ ഒന്ന് വാടിയിട്ടല്ലേ. അപ്പൊ നമ്മൾ 2 കറിവേപ്പില കൂടെ അങ്ങിടുവാണ്.
ഇതിൽ ഇച്ചിരി മൂപ്പ് കൂടുതലുണ്ട്. അപ്പൊ നമ്മള് മുളക് ഇപ്പൊ ഇട്ടാ കരിഞ്ഞു പോകും. അപ്പൊ നമ്മളൊരു ശകലം ഇതൊന്ന് ചുമന്ന് കഴിയുമ്പോഴത്തേക്കും മുളക് ഇട്ട് കൊടുക്കണം അല്ലേ? ഓ, ഇത് നമ്മുടെ നാടൻ രീതിയിലുള്ള രസക്കറി, മിക്സിംഗ് ഒന്നും ഇല്ലാതെ, പൊടിയൊന്നും ഇല്ലാണ്ട്. ചിലപ്പോൾ നമ്മൾ പാക്കറ്റ് രസപ്പൊടി വാങ്ങിച്ചുണ്ടാക്കും ആളുകള്, പക്ഷെ അതിനേക്കാളൊക്കെ ടേസ്റ്റ് ആണ് നമ്മുടെ സാധാരണ രസം. ഇതാണ് നമുക്ക് ഇങ്ങനെ കോരി 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 കുടിക്കാൻ വേണമെങ്കിൽ അല്ലേ? അതുപോലത്തെ രസം, നമ്മുടെ പഴയകാല രസക്കറി നമ്മൾ ഉണ്ടാക്കി ഉറിയിലൊക്കെ വെക്കുന്ന രസക്കറി അല്ലേ? ഇപ്പൊ ഏകദേശം ഒന്ന് മൂത്തൂല്ലേ? മറ്റുമുളക് ഇടിച്ചു വെച്ചേക്കുന്ന. ഓക്കെ ഓക്കെ. ഒത്തിരി അങ്ങ് മൂക്കാൻ നിന്നില്ല അല്ലേ? ഒന്ന് കളർ മാറി അല്ലേ? അപ്പോഴത്തേക്ക് ഇത് ഇട്ട് കൊടുത്തു. പിന്നെ ഇത് നന്നായിട്ട് മൂക്കണം അല്ലേ? അപ്പൊ ഇനി ശരിക്കും നമ്മൾ സാധാരണ മൂക്കണ പോലെ നമ്മുടെ ഉള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് കിട്ടണം അല്ലേ? മൂക്കണം. പിന്നെ നമ്മൾ ഇടാനുണ്ട് അല്ലേ? ഇതൊന്ന് മൂക്കട്ടെ ഇപ്പൊ അല്ലേ? ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട്, ഉള്ളിയും മുളകും ഒക്കെ മൂത്ത് വന്നിട്ട്, അപ്പൊ നമുക്ക് അരിഞ്ഞു വെച്ചാൽ തക്കാളി കൊണ്ട് ഇതിലോട്ട് വരട്ടാം. ചില രസത്തിൽ തക്കാളിക്ക് വെറുതെ കട്ട് ചെയ്ത് മുകളിൽ ഇടാറുണ്ട്. നമ്മുടെ ഈ രസത്തിൽ തക്കാളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുവാൻ കുറെ ദിവസം ഇരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് കേടായിരിക്കും അല്ലെ? തക്കാളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രസക്കറി വെക്കാൻ. ഈ തക്കാളി ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. തക്കാളി ഇട്ടല്ല രസക്കറി വെക്കും. പച്ചത്തക്കാളി ഇടല്ലേ? ഈ തക്കാളി ഇടത്തില്ലായിരുന്നു പണ്ടല്ലേ? പച്ചത്തക്കാളി ഇടുകയാണ്, പച്ചത്തക്കാളി. നമ്മള് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി എന്താ വേണം? ചുമയൊക്കെ വരുന്നുണ്ട്. അത് ഈ ഇതിന്റെ ഒക്കെ കുത്തലൊക്കെ മുളകിന്റെ ഒക്കെ വരുമ്പോ അല്ലേ? അപ്പൊ നമ്മൾ ഇനി പൊടിച്ചു വെച്ചേക്കുന്ന കുരുമുളക് പൊടിയും കൂടെ, കുരുമുളക് പൊടിച്ചില്ല ചതച്ചല്ലേ? എന്തോരം ഇടുന്നുണ്ടോ? ഇത്രയും മതി. അതും കൂടെ പയ്യെ എണ്ണ കിടന്നൊന്ന് പച്ചച്ചോ മാറട്ടെ. ഇപ്പൊ തന്നെ എല്ലാത്തിന്റെ ഒരു മണം ഓരോന്നിന്റെ ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. മൂക്കിലേക്ക് തുളഞ്ഞു കയറും കേട്ടോ ഇതിന്റെ ഒരു എരിവ് പോലത്തെ സംഭവം അല്ലേ? പ്രത്യേക മണം, വാസനയാണ്. മൂക്കൊക്കെ തുറക്കും നമ്മുടെ അല്ലേ? അത് വയറിനും ഒക്കെ നല്ലൊരു സംഭവമാണ് രസം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. അപ്പൊ നമുക്ക് ഇനിയും പിഴിഞ്ഞു വെച്ചേക്കുന്ന പുളിയും കൂടെ ഇതിനകത്ത് ഒഴിക്കാം. നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. പുളി നോക്കി ഒഴിക്കാം അല്ലേ? ഇപ്പൊ ഇത്രയും ഒഴിക്കാം നമുക്ക്. നമുക്ക് ഉപ്പിടാം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നല്ലേ? ഒരു സ്പൂൺ ഉപ്പിട്ടു. 2 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. നമ്മൾ വെള്ളം തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. 2 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ഇപ്പൊ ഇട്ട. ലാസ്റ്റ് ഉപ്പൊക്കെ നമുക്ക് വീണ്ടും നോക്കിയിടാം. നമ്മുടെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് അല്ലേ? ഇതിനൊക്കെ എന്തോരം വെള്ളം കൂടിയാലും കുഴപ്പമുള്ള വെള്ളമാണ്. അത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പണ്ട് ഈ ഒരു കറിയൊക്കെ യഥേഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും കോരി കോരി ഒഴിച്ച് കഴിക്കാനായിട്ട് അല്ലേ? 8-10 പേരുള്ളിടത്ത് എത്ര കറി വെച്ചാലും തികയത്തില്ല. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയും ഒക്കെ നോക്കുക. പുളിയൊക്കെ കുറവാണെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇനി ഇതിനകത്ത് ഇനി എന്താ ചേർക്കാൻ പോണേ? കായപ്പൊടി. ഓക്കെ, 1 സ്പൂൺ കായപ്പൊടി. അതുപോലെ തന്നെ നമ്മളിനി ഉലുവാപ്പൊടി. ഓക്കെ, കായം, ഉലുവ വറുത്ത് പൊടിച്ച ഉലുവയാണ് കേട്ടോ. ഇത്രയും ഉലുവാപ്പൊടിയും ഇട്ടു. ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട്, നിങ്ങൾക്ക് ഉലുവാപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ ഉലുവ ഇട്ട് കടുക് പൊട്ടിട്ട് അല്ലേ? പക്ഷെ ഉലുവ പൊടി വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോ വേറൊരു ഇച്ചിരി രുചി വരും. അതാണ് ഇതിനകത്തൊരു പ്രത്യേകത. നമ്മൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല എന്നുള്ളതാണ് പ്രത്യേകത അല്ലേ? നമ്മൾ മഞ്ഞൾപ്പൊടി രസത്തിന് ചേർക്കാറില്ല. ചിലരൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല കേട്ടോ. സ്വല്പം ഉപ്പ് കൂടെ വേണം. ഉപ്പ് അല്ലേ? പുളി അത് മതി. പിന്നെ നന്നായിട്ട് തിളക്കണം അല്ലേ? നന്നായിട്ട്. അപ്പൊ നമ്മൾ രസം നല്ല കുടുകൂടാൻ തിളച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ നന്നായിട്ട് തിളച്ചിട്ട് അതിന്റെ അകത്തുള്ള എല്ലാ എസൻസ് എല്ലാം അല്ലെ, എല്ലാത്തിന്റെ അകത്തുനിന്നുള്ള അതിന്റെ അതൊക്കെ ഇറങ്ങി നല്ല സെറ്റ് ആയി കഴിഞ്ഞിട്ട് വേണം. ഇല്ലെങ്കിൽ നമ്മുടെ രസം കേടായി പോകും. ശരിക്കും നന്നായിട്ട് കുടുകൂടാൻ തിളക്കണം അല്ലേ? ഇനി എന്നാ ലാസ്റ്റ് നമ്മൾ പച്ചക്കറിവേപ്പില ഇടുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്വല്പം മല്ലിയില ഇത്രയേ ഇടുന്നുള്ളൂ. ലേശം മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മള് ലേശം മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് നമ്മുടെ പരിപാടി തീർന്നു അല്ലെ? ഈ മല്ലിയിലയൊന്നും നമുക്ക് നിർബന്ധമല്ല രസത്തിന്. മല്ലിയില ഇട്ട പ്രത്യേക രസം ഉണ്ട്, രസത്തിന് രസമുണ്ട്. ചിലർക്ക് മല്ലിയില ഇടുന്ന ഇഷ്ടമാണ്, ചിലർക്ക് ഇടാത്ത ഇഷ്ടമാണ് അല്ലെ? അവനവന്റെ ടേസ്റ്റിനനുസരിച്ച്. പണ്ട് കാലത്ത് മല്ലിയില ഒന്നും ഇടത്തില്ല ഇല്ല.
അപ്പൊ എന്തായാലും നമ്മുടെ രസം അങ്ങനെ സെറ്റായി, രസമായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? 2 പച്ചക്കാന്താരി ഇട്ടിട്ടുണ്ട്. അത് തന്നെ. അപ്പൊ നമുക്ക് ഇത് അടുപ്പേന്ന് വാങ്ങാം. ഒരു 3-4 ദിവസത്തേക്കുള്ള നമ്മുടെ കറി ആയത് ഇരിക്കണ കാണുമ്പോ തന്നെ കണ്ടോ, വെന്തെല്ലാം അത് മുകളിലേക്ക് പൊങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? അങ്ങനെ അടിപൊളി രസക്കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം നമുക്ക് ചോറിന്റെ കൂടെ ഒഴിച്ചൊഴിച്ച് കഴിക്കാനായിട്ട് സെറ്റ് ആണ് അല്ലേ? മഴക്കാലത്ത് ഏറ്റവും നല്ല രസക്കറി. ഇപ്പൊ ഒരു വിഷമവും ഇല്ല, വളരെ എളുപ്പമാണ് അല്ലേ? അപ്പോഴേ നമ്മുടെ രസക്കറി തിളച്ചുകൊണ്ടിരിക്കുവാണ്. അതാ മംഗലത്തിന്റെ ഗുണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രസക്കറി തിളച്ചിട്ടുണ്ട്, നമ്മൾ വാങ്ങി വെച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ രസക്കറി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ രസക്കറി, നാടൻ രസക്കറി, നമ്മൾ പൊടികളൊന്നും വാങ്ങിക്കാതെ ഒരു നാടൻ രസക്കറി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ രസക്കറി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.